ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം പാടിപ്പാടാം. ആ കടവഴിയിൽ കാടുവീണ വന്നിച്ചിടാം. ആത്മനാരായ നിന്നെ ചേരണം എൻ മനസ്സിനെ നീനാൾ വാഴണം. യേശുനാഥ ഒരു ശിശുവാൻ നിന്റെ മുൻപിൽ നൽകിയിടന്നേ. എന്റെ പാപമേതും മായിച്ചു നീ ദുഃഖഭാരമെല്ലാം മോചിച്ചു നീ. ആത്മാവിൽ നീ അന്നേരമെൻ കണ്ണീരുവേഗം ആനന്ദമാ. ആത്മാവിൽ നീ അന്നേരമെൻ കണ്ണീരുവേഗം ആനന്ദമാ. ആരാധിച്ചിടാം ആരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം പാടിപ്പാടാം. ആ കടവഴിയിൽ കാടുവീണ വന്നിച്ചിടാം. ആത്മനാഥന നിന്നിൽ ചേരണം എൻ മനസ്സിൽ നീനാൾ വാഴണം. നമ്മുടെ രക്ഷകനും നാഥനുമായ ഈശോയുടെ സന്നദ്ധയിൽ, പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുവാനായി ഒന്നു ചേർന്നിരിക്കുന്ന സമയമാണിത്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ എല്ലാവരെയും ആടി വിളിക്കുന്ന യേശുവിൻ്റെ സന്നിധിയിൽ നമ്മളെല്ലാവരും ഒന്നു ചേർന്നിരിക്കുകയാണ്. ഉദ്ധിതനായ കർത്താവ് ഇതാ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നു. കർത്താവായ ഈശോയെ, അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളെ കരുതുന്ന സ്നേഹം തന്നെയായ ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുറവുകളേക്കാൾ ഞങ്ങളുടെ നന്മകളിൽ സന്തോഷിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യത്തെ ഞങ്ങളിതാ ഏറ്റുപറയുന്നു. കർത്താവേ, വിശുദ്ധ കുർബാനയിൽ ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്ന യേശുവേ, അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യം ഞങ്ങളിതാ ഏറ്റുപറയുന്നു. ഉദ്ധിതനായ കർത്താവെ, അങ്ങ് സഹീയോൻശാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എന്നാൽ ഭയപ്പെട്ട് നിന്നിരുന്ന സ്ത്രീഹന്മാരുടെ മധ്യയിലേക്ക് കടന്നു വന്നുകൊണ്ട്, കഥകൾ അടച്ചിരിക്കെ കടന്നു വന്നുകൊണ്ട് അവരെ അനുഗ്രഹിച്ച് ആശീർവദിച്ചുവല്ലോ. യേശുവേ, ആ ദിവ്യ സാന്നിധ്യം ഇപ്പോൾ ഇവിടെ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്ന യേശുവേ, ആ ദിവ്യ സാന്നിധ്യം ഈ സമൂഹത്തിൽ നിറയട്ടെ. അങ്ങ് സ്ത്രീഹന്മാരോട് പറഞ്ഞതുപോലെ നിന്റെ സമാധാനം ഈ മക്കൾക്ക് നൽകണമേ എന്ന് ഞങ്ങളെല്ലാവരും ഇതാ ഒരുമയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, അങ്ങയുടെ പക്കലേക്ക് ഇതാ കരങ്ങളുയർത്തി അങ്ങയുടെ നാമത്തെ ഞങ്ങളിതാ ഒരു നിമിഷം സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. യേശുവിന്റെ പരിശുദ്ധമായ നാമത്തെ നമുക്ക് ഒരുമയോടുകൂടി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്ത തോമാ സ്ലീഹായോട് ചേർന്ന്, സകല സ്ലീഹന്മാരോടും ചേർന്ന്, സകല വിശുദ്ധരോടും ചേർന്ന്
ചേർന്ന്, രക്തസാക്ഷികളോട് ചേർന്ന്, വന്ദകന്മാരോട് ചേർന്ന്, ലോകമെങ്ങുമുള്ള സഭയോട് ചേർന്ന് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എന്റെ കർത്താവേ, ആ ദിവ്യ സാന്നിധ്യം ഈ സമൂഹത്തിൽ നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ശക്തി ഈ സമൂഹത്തിൽ നിറയട്ടെ. ഇവിടെ കണ്ണുനീരൊപ്പുവാൻ ഇറങ്ങി വരണമേ കർത്താവേ. വേദനകൾ അകറ്റുവാൻ ഇറങ്ങി വരണമേ. രോഗപീഠകൾ നീക്കുവാൻ എഴുന്നള്ളി വരണമേ കർത്താവായ യേശുവേ. നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന യേശുവേ, സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗ്രഹത്തിലൊരായിരം നാൾ വാഴ്വതേ കാളെത്ര മോഹനം. ആരാധന, ആരാധന യേശുവേ, ആരാധന. എല്ലാവരും ആരാധന, ആരാധന യേശുവേ, തിരുനാമമെന്നും പ്രകീർത്തിക്കാം, ജനതകൾ മധ്യേ പ്രഘോഷിക്കാം. ആകാശത്തോളം ഉയർന്നിടുന്ന സ്തോത്രഗീതം ഏറ്റുപാടിടാം. കരങ്ങളുയർത്തേ. ആരാധന, ആരാധന യേശുവേ, ആരാധന. സകല വിശുദ്ധരോടും ചേർന്ന് ആരാധന, ആരാധന യേശുവേ, ആരാധന. കരങ്ങൾ വീശി സകല മാലാഖമാരോടും ചേർന്ന് ആരാധന, ആരാധന യേശുവേ, ആരാധന. എല്ലാ മെത്രാന്മാരോടും വൈദികരോടും ചേർന്ന് ആരാധന, ആരാധന യേശുവേ, ആരാധന. പരിശുദ്ധ പിതാവിനോടും സാർവത്രിക സഭയോടും ചേർന്ന് ആരാധന. Holy Father, യേശുവേ, ആരാധന. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ
യേശുവേ നാഥ നാഥ സൗഖ്യമേകണേ യേശുവേ നാഥ സൗഖ്യമേകണമേ യേശുവേ നാഥ നാഥ യേശുവേ നാഥ സൗഖ്യമേകണമേ യേശുവേ നാഥ നാഥ വിടുതലേകണമേ യേശുവേ നാഥ വിടുതലേകണമേ യേശുവേ നാഥ നാഥ യേശുവേ നാഥ വിടുതലേകണമേ യേശുവേ നാഥ നാഥ യേശുവേ നാഥ ശക്തിയേകണമേ യേശുവേ നാഥ നാഥ യേശുവേ നാഥ ശക്തിയേകണമേ യേശുവേ നാഥ നാഥ യേശുവേ നാഥ ശാന്തിയേകണമേ യേശുവേ നാഥ നാഥ യേശുവേ നാഥ ശാന്തിയേകണമേ യേശുവേ നാഥ നാഥ ഹല്ലേലൂയ 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 കരങ്ങളുയർത്തി ഹല്ലേലൂയ 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 Hallelujah, 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 hallelujah. പരിശുദ്ധാത്മാവേ സ്തോത്രം ചെയ്യുന്ന ആത്മാവേ സ്തോത്രം ചെയ്യുന്നു രക്ഷകനായ യേശുവേ സ്തോത്രം ചെയ്യുന്ന പിതാവേ സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തി വർഷിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ സ്വർഗീയ പിതാവേ ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ദൈവമേ ഈ മക്കളെല്ലാവരും അങ്ങയുടെ മക്കളിലേക്ക് ഹൃദയങ്ങളും മനസ്സുകളും ഉയർത്തി ആരാധിക്കുന്നു സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഒന്ന് ചേർന്ന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ഹല്ലേലൂയ 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 ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവായ യേശുവേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവേ സ്തോത്രം ചെയ്യുന്നു സ്വർഗത്തിന്റെ ശക്തി ഈ സമൂഹത്തിലേക്ക് ഇറങ്ങട്ടെ സ്വർഗത്തിന്റെ ശക്തി സൗഖ്യമായിട്ട് ഇറങ്ങട്ടെ വിടുതലായിട്ട് ഇറങ്ങട്ടെ അഭിഷേകമായിട്ട് ഇറങ്ങട്ടെ ശക്തി വർഷിക്കപ്പെടട്ടെ അഭിഷേകം ചൊരിയപ്പെടട്ടെ കർത്താവിന്റെ നാമത്തിൽ ഈ മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ യേശു നാമത്തിൽ
Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Kriyarabashi, halarabashi, halarabashi. Kriyarabashi, halarabashi, halarabashi. Yararabashi, halarabashi, halarabashi. Yararabashi, halarabashi. Yararabashi, halarabashi, halarabashi. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus, for your love. Thank you, Jesus, for your love. Thank you, Jesus, for your love. Oh, Jesus. We adore you, Jesus. We thank you, Lord Jesus. We praise your name, oh Jesus. We glorify your name, oh Jesus. Oh Jesus, you are so great. Oh Jesus, you are so great. Oh Jesus, you are so wonderful. Oh Jesus, you are so merciful. Oh Jesus, you are so great. We adore you, Jesus. We praise your name, oh Jesus. We glorify your name, oh Jesus. We worship your name, oh Jesus. We worship you, we glorify you, we praise you, we adore you, Jesus. 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 Hallelujah.
Jesus, we love you, Jesus. We thank you, Jesus. We praise your name, Jesus. Oh Jesus, oh Jesus, our Lord, we praise you, we thank you, we glorify you, we worship you, we adore you. Thank you, Jesus. Praise you, Jesus. 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 കർത്താവേ, അങ്ങേക്ക് സാധ്യമായിട്ടൊന്നുമില്ല എന്ന് വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങേക്കെല്ലാം സാധ്യമാണ് നിങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയും. പരിശുദ്ധ മറിയത്തോട് ഗബ്രിയേൽ ദൂതനിലൂടെ സ്വർഗീയ പിതാവേ, അങ്ങനെ ഞങ്ങളെ അരുളി ചെയ്ത് പഠിപ്പിച്ചുവല്ലോ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന്. അങ്ങയുടെ പുത്രനും കർത്താവുമായ ഈശോ മിശിഹായിലൂടെ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ, ദൈവത്തിനെല്ലാം സാധ്യമാണെന്ന്. എല്ലാം സാധ്യമായ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് നമ്മൾ വിശ്വസിച്ചേറ്റു പറയണം. യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചേറ്റു പറയുന്നു, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ കൂടെയുണ്ട്. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ കൂടെയുണ്ട്. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാലെന്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാലെന്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ എന്നേശുവിൻ നാമത്തിൽ. സാധ്യമേ, എല്ലാം സാധ്യമേ എന്നേശുവിൻ നാമത്തിൽ. ഭാരം പ്രയാസങ്ങൾ വന്നേരിലും തെല്ലും കുലങ്ങുകയില്ല എന്നെ. ഭാരം പ്രയാസങ്ങൾ വന്നേരിലും തെല്ലും കുലങ്ങുകയില്ല എന്നെ. ബുദ്ധിക്കതീതമാം നിത്യ സമാധാനമെന്റെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമാം നിത്യ സമാധാനമെന്റെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ എന്നേശുവിൻ നാമത്തിൽ. വലതുകരമുയർത്തി. സാധ്യമേ, എല്ലാം സാധ്യമേ എന്നേശുവിൻ നാമത്തിൽ. എല്ലാവരും സാധ്യമേ, എല്ലാം സാധ്യമേ എന്നേശുവിൻ നാമത്തിൽ. സാധ്യമേ, എല്ലാം സാധ്യമേ എന്നേശുവിൻ നാമത്തിൽ. എല്ലാ രോഗസൗഖ്യങ്ങളും സാധ്യമേ, എല്ലാം സാധ്യമേ യേശുവിൻ നാമത്തിൽ. എല്ലാ വിടുതലും സാധ്യമേ, എല്ലാം സാധ്യമേ എന്നേശുവിൻ നാമത്തിൽ. എല്ലാ മോചനങ്ങളും സാധ്യമേ, എല്ലാം സാധ്യമേ എന്നേശുവിൻ നാമത്തിൽ. എല്ലാ തടസ്സങ്ങളും നീങ്ങട്ടെ. സാധ്യമേ, എല്ലാം സാധ്യമേ എന്നേശുവിൻ നാമത്തിൽ. സാധ്യമേ, എല്ലാം സാധ്യമേ എന്നേശുവിൻ നാമത്തിൽ. സാത്താന്റെ ശക്തികളെ ജയിക്കും ഞാൻ.
യേശുവിൻ നാമത്തിൽ എൻ യേശുവിൻ നാമത്തിൽ എൻ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിനെല്ലാം സാധ്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. സർവശക്തനായ ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എല്ലാം സാധ്യമായ ദൈവത്തിന് ആരാധന. ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശു നാമത്തിൽ ആരാധനയും സ്തുതിയും മഹത്വവും സർവശക്തനായ ദൈവത്തിന്, അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിന് ഉണ്ടായിരിക്കട്ടെ. സ്വർഗ്ഗം തുറക്കപ്പെടട്ടെ, ശക്തി ഇറങ്ങട്ടെ ഈ നിമിഷം സമൂഹത്തിലേക്ക്. യേശു നാമത്തിൽ വിടുതലിന്റെ ശക്തി ഇറങ്ങട്ടെ. യേശു നാമത്തിൽ സൗഖ്യത്തിന്റെ ശക്തി ഇറങ്ങട്ടെ, അത്ഭുതങ്ങളുടെ ശക്തി ഇറങ്ങട്ടെ. യേശു നാമത്തിൽ ഇത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രത്യേകമായി കർത്താവ് പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ച് കൃതജ്ഞത എഴുതിയിട്ട് 37 പേര് കൃതജ്ഞതകൾ അറിയിച്ചിട്ടുണ്ട്. രോഗസൗഖ്യവും വിടുതലും സ്ഥലവിൽപ്പനയുടെ തടസ്സങ്ങൾ നീങ്ങിയതും വീട് വയ്ക്കാനുള്ള കൃപ ലഭിച്ചതും അങ്ങനെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ലഭിച്ചതിന് എഴുതി കൃതജ്ഞത അറിയിച്ചിട്ടവരുണ്ട്, ഫോണിലൂടെ അറിയിച്ചവരുണ്ട്. ഇപ്പോൾ പറയാതെ തന്നെ ഇവിടെ താങ്ക്സ്, ദൈവത്തിന് നന്ദി ഹൃദയത്തിൽ നിന്ന് പറയുന്നവരുണ്ട്. എല്ലാ ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്തൊരു നിമിഷം ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ മക്കളെല്ലാവരും നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ആരാധ്യനായ പിതാവേ, അങ്ങേക്ക് ആരാധനയും സ്തുതിയും മഹത്വവും. രക്ഷകനായ യേശുവേ, അങ്ങേക്ക് ആരാധനയും സ്തുതിയും മഹത്വവും. പരിശുദ്ധാത്മാവേ, നന്ദിയും ആരാധനയും സമർപ്പിക്കുന്നു. ഈ മക്കളുടെ കൃതജ്ഞത അങ്ങ് സ്വീകരിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ഇന്ന് അപേക്ഷകളായിട്ട് എഴുതി ഈ മാസത്തിൽ ലഭിച്ചതും ഇന്ന് ലഭിച്ചതുമായിട്ട് 519 അപേക്ഷകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ കാരുണ്യം പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദൈവത്തിൻ്റെ ശക്തിയും അനുഗ്രഹവും ഈ മക്കൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമയോടുകൂടി പ്രാർത്ഥിക്കാം. ഏറ്റവും പ്രത്യേകമായിട്ട് പരീക്ഷാ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും, പഠന വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കാം. 64 പേരാണ് ഈ തലത്തിൽ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ളത്. ആ സമൂഹത്തിന് വേണ്ടി എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമയോടുകൂടി വലതുകരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ, കരുണ തോന്നണമേ, ആ കുഞ്ഞുങ്ങളുടെ മേൽ കരുണ വർഷിക്കണമേ. കർത്താവേ, നിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. പരീക്ഷകളുടെ തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. IELTS പരീക്ഷയ്ക്ക് വേണ്ടി വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ഉന്നത പഠന വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. പഠന വൈകല്യങ്ങളുള്ളവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ ശക്തി അവരുടെ മേൽ വന്ന് നിറയട്ടെ. അതുവഴി അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടുകയും ആശീർവദിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തിരുരക്തത്താലവരെ കഴുകേണമേ, ആത്മാവിനാലവരെ നിറയ്ക്കേണമേ. തിരുരക്തത്താലവരെ കഴുകേണമേ, ആത്മാവിനാലവരെ നിറയ്ക്കേണമേ. ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള 54 പേരുണ്ട്. അവരുടെ എല്ലാ പ്രാർത്ഥനകളെയും നമുക്ക് കർത്താവിൻ്റെ സന്നദ്ധയിൽ സമർപ്പിക്കാം. അവരുടെ വേദനകളും ആകുലതകളും ഈശോയുടെ സന്നദ്ധയിൽ സമർപ്പിക്കാം. ജോലി നഷ്ടപ്പെട്ടു പോയവർ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അവരെ നമുക്ക് ഓർക്കാം. പഠനമെല്ലാം കഴിഞ്ഞിട്ടും ജോലി ലഭിക്കാതെ വളരെയധികം വിഷമിച്ച് കഴിയുന്നവർ
അവരെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കാരുണ്യം ആ മക്കൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടി ദൈവനാമത്തിൻ്റെ സംരക്ഷണം അവർക്ക് ലഭിക്കുന്ന വലതുകരം ഉയർത്തി അവരെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, നിന്റെ നാമത്തിൽ ഇതായി മക്കൾ വലതുകരം ഉയർത്തിയിരിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ നാമത്തിന്റെ ശക്തി ഈ തലങ്ങളിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ. ആത്മീയ അഭിഷേകം അവർക്ക് ലഭിക്കട്ടെ. തടസ്സങ്ങൾ നീങ്ങട്ടെ. അങ്ങയുടെ കൃപയാൽ അവർക്ക് അനുകൂലമായൊരു ജോലി കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തിരുരക്തത്താലവരെ കഴുകേണമേ, ആത്മാവിനാലവരെ നിറയ്ക്കേണമേ. തിരുരക്തത്താലവരെ കഴുകേണമേ, സാമ്പത്തിക തകർച്ചകളിൽപ്പെട്ട് വിഷമിക്കുന്ന 43 പേര് കടബാധ്യതകൾ, വിവിധ തരത്തിലുള്ള കടബാധ്യതകളിൽപ്പെട്ട് ജപ്തി വന്നു കിടക്കുന്നവര്, അങ്ങനെ എൻ്റെ മുകളിൽ ആദ്യപ്പെട്ട് ജീവിക്കുന്നവരാണ്. അതോടെ ബിസിനസ് തകർച്ചകളിൽപ്പെട്ടവര്, അവരെല്ലാവരെയും സമർപ്പിക്കാം. അങ്ങനെ കടം വീട്ടാനായിട്ട് യാതൊരു വഴികളും കാണാതെ അസ്വസ്ഥരായി ഉറക്കം പോലും നഷ്ടപ്പെട്ട് വിഷമിക്കുന്ന ആ മക്കളുടെ വേദനയും കണ്ണുനീരും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. ആദ്യപ്പെട്ട് ജീവിച്ചിരുന്ന ഇസ്രായേൽ ജനത്തെ ആ ചെങ്കടൽ വിഭജിച്ചുകൊണ്ട് വഴി നടത്തിയ സർവശക്തനായ ദൈവം, ദാനിയേലിന്റെ സിംഹക്കുഴിയിൽ നിന്ന് രക്ഷിച്ച സർവശക്തനായ ദൈവം, ആ 3 യുവാക്കളെ തീയിൽ നിന്ന് സംരക്ഷിച്ച സർവശക്തനായ ദൈവം, എല്ലാം സാധ്യമായ ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇവരെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവരെ അനുഗ്രഹിച്ച് യേശുവിന്റെ നാമത്തിൽ ദൈവ സംരക്ഷണം അവർക്ക് ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷകനായ യേശുവിന്റെ നാമത്തിൽ, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ എല്ലാം സാധ്യമായ ദൈവത്തിന്റെ ശക്തി ഈ മക്കളിൽ വന്ന് ഇറങ്ങട്ടെ. തടസ്സങ്ങൾ നീങ്ങട്ടെ, തകർച്ചകൾ നീങ്ങട്ടെ, കടബാധ്യതകൾക്ക് മോചനം ലഭിക്കുവാൻ വഴികൾ തുറക്കപ്പെടട്ടെ. യേശു നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ കൃപയുടെ കരം ദൂതന്മാരെ അയച്ചവരെ രക്ഷിക്കണമേ. നീ ജീവിക്കുന്ന ദൈവമാണെന്ന് അവരെല്ലാവരും അറിയുന്നതിന് വേണ്ടി പിതാവേ, സ്വർഗത്തിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ അയച്ച് മോചിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുരക്തത്താലവരെ കഴുകേണമേ, ആത്മാവിനാലവരെ നിറയ്ക്കേണമേ. തിരുരക്തത്താലവരെ കഴുകേണമേ, ആത്മാവിനാലവരെ നിറയ്ക്കേണമേ. ബിസിനസ് വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സംരംഭങ്ങൾ തുടങ്ങിയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വിഷമിക്കുന്ന 16 പേര് പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്ഥല വിൽപ്പനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 24 പേര്. ഇന്നത്തെ കൃതജ്ഞതയിൽ 4 കൃതജ്ഞതകൾ സ്ഥല വിൽപ്പന നടന്നതിൻ്റെയാണ്. ഒരു സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ ഈ സ്ഥലങ്ങൾ വിൽക്കാതെ വിഷമിക്കുന്നവർ കടബാധ്യതയിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി കൂടിയാണ് ഈ വിൽപ്പന നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. ബിസിനസ് വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി 24 പേരെയും, ബിസിനസ് വിജയത്തിന് വേണ്ടി 16 പേരെയും ഒരു പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഈ മേഖലകളിൽ വിഷമിക്കുന്ന ആരെങ്കിലും ഈ സമൂഹത്തിലുണ്ടെങ്കിൽ അവരെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ബിസിനസ് രംഗത്തിൽ വ്യാപരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, നിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ആരംഭിക്കുന്ന എല്ലാ ബിസിനസ്സുകളും വിജയിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ്, കുറവുകൾ പരിഹരിക്കണമേ, വഴികൾ കാണിച്ചു കൊടുക്കണമേ. ആ സ്ഥലങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. വിൽപ്പനയ്ക്ക് ആഗ്രഹിക്കുന്നതായ സ്ഥലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തി യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ആ സ്ഥലങ്ങളിൽ വന്ന് നിറയട്ടെ. എല്ലാ അനുകൂലവും അനുഗ്രഹീതവുമായി തീരട്ടെ. ബിസിനസ് സ്ഥാപനങ്ങളിൽ വന്ന് നിറയട്ടെ, അനുഗ്രഹീതമായി തീരട്ടെ. യേശു നാമത്തിൽ അത് സംഭവിക്കട്ടെ. തടസ്സങ്ങൾ നീങ്ങട്ടെ, പൈശാചിക ശക്തികൾ നീങ്ങിപ്പോകട്ടെ.
ആ സ്ഥലങ്ങളിലോ വസ്തുക്കളിലോ ബിസിനസ് രംഗങ്ങളിലോ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ യേശു നാമത്തിൽ അതിൽ നിന്ന് എല്ലാം ഞങ്ങൾ മോചിക്കുന്നു. കർത്താവിന്റെ നാമത്തിന്റെ ശക്തി അവിടെ പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുരക്തത്താലവരെ കഴുകണമേ, ആത്മാവിനാലവരെ നിറയ്ക്കണമേ. തിരുരക്തത്താലവരെ കഴുകണമേ, ആത്മാവിനാലവരെ നിറയ്ക്കണമേ. കുടുംബജീവിതത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന, വിവാഹ തടസ്സം മൂലം വിഷമിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. ആ തലങ്ങളിൽ 17 പേര് വിവാഹ തടസ്സം മാറാൻ 38 പേര് അപേക്ഷകൾ സമർപ്പിച്ചിരിക്കുന്നു. അവരെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ തലങ്ങളിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ സമൂഹത്തിലുമുണ്ട്. അവരെല്ലാവരെയും നമുക്ക് ദൈവത്തിൻ്റെ കൃപയാണ് കുടുംബജീവിതം. ആ കൃപ ആ മക്കൾക്ക് ലഭിക്കുന്നതിനും സൽസ്വഭാവികളായ മക്കളെ അവർക്ക് പരസ്പരം ലഭിക്കുന്നതിനും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ ഈശോയുടെ നാമത്തിൽ നമുക്ക് അനുഗ്രഹിച്ച് ഒരുമയോടുകൂടി അവർക്ക് വേണ്ടി ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, വിവാഹ ജീവിതത്തെ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ, തടസ്സങ്ങൾ നീക്കണമേ. കർത്താവേ, സൽസ്വഭാവം അവർക്ക് നൽകണമേ, അനുകൂലമായ വ്യക്തികളെ നൽകി ജീവിതകാലം മുഴുവൻ നിന്റെ നാമത്തിന് സ്തുതി അർപ്പിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ കൃപയാൽ വിവാഹ തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. യേശു നാമത്തിൽ തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. അവരെ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിൽ അവരെ ഞങ്ങൾ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളുടെ കരുണയും അനുഗ്രഹവും ആ മക്കളുടെ മേൽ വന്ന് നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തിരുരക്തത്താലവരെ കഴുകണമേ, ആത്മാവിനാലവരെ നിറയ്ക്കണമേ. തിരുരക്തത്താലവരെ കഴുകണമേ, ആത്മാവിനാലവരെ നിറയ്ക്കണമേ. കുഞ്ഞുങ്ങളെ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന 17 പേര് അപേക്ഷകൾ സമർപ്പിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന എല്ലാ ദമ്പതികളെയും നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അവരുടെ വേദനകൾ കർത്താവ് കേട്ട് അവരെ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടിയും എല്ലാ തടസ്സങ്ങളും നീങ്ങി അവരെ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവരെ അനുഗ്രഹിച്ച് നമുക്ക് ഈശോയുടെ നാമത്തിൽ വലതുകരമുയർത്തി നമ്മൾ ഒരുമയോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി ആ മക്കളിലേക്ക് ഒഴുകിയിറങ്ങുന്ന സമയമാണിത്. ഹല്ലേലൂയ. യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഈ മക്കൾക്ക്, കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് കൃപ ലഭിക്കട്ടെ. ജീവന്റെ ശക്തി അവരെ പ്രവർത്തിക്കട്ടെ. തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ, എല്ലാം സാധ്യമായ ദൈവത്തിന്റെ നാമത്തിൽ ഇത് സംഭവിക്കട്ടെ. അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. എന്തെങ്കിലും ശാപങ്ങളോ ബന്ധനങ്ങളോ ശാരീരികമായ തടസ്സങ്ങളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അവയെല്ലാം നീക്കപ്പെടട്ടെ. ദൈവനാമത്തിന്റെ ശക്തി അവരിൽ വന്ന് നിറയുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തിരുരക്തത്താലവരെ കഴുകണമേ, ആത്മാവിനാലവരെ നിറയ്ക്കണമേ. തിരുരക്തത്താലവരെ കഴുകണമേ, ആത്മാവിനാലവരെ നിറയ്ക്കണമേ. കർത്താവായ ദൈവമേ, പ്രത്യേകമായിട്ടും നമ്മൾ പ്രാർത്ഥിക്കുന്ന സുഖപ്രസവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന 18 പേർ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. ഗർഭിണികളായിട്ടുള്ള എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. ഗർഭസ്ഥാവസ്ഥയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഹാർട്ട് ബീറ്റ്സ് ഒക്കെ ഇത് കുറവായിട്ട് പല വിധത്തിലും ഡോക്ടേഴ്സ് പ്രഗ്നൻസി കളയണമെന്ന് പോലും പറയുന്ന അവസ്ഥയുള്ള സാഹചര്യങ്ങളുണ്ട്. കർത്താവിൻ്റെ നാമത്തിൻ്റെ സംരക്ഷണം പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കും.
അത്ഭുതകരമായിട്ടുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകൾ, അനേക ഇടപെടലുകൾ കണ്ടിട്ടുള്ളത് കൊണ്ടും ബോധ്യപ്പെട്ടുള്ളത് കൊണ്ടും പറയുകയാണ്, ദൈവത്തിൻ്റെ ശക്തിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് അമ്മയുടെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മൾ ഈ അവസ്ഥയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയിൽ എല്ലാ ഗർഭിണികളായിട്ട് സഹോദരിമാരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ ഉദരങ്ങൾ വളർന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കപ്പെടുന്ന ഏതെങ്കിലും തരത്തിൽ ഈ അവസ്ഥയിൽ ഏതെങ്കിലും ഗർഭസ്ഥാവസ്ഥയിലായിരിക്കുന്ന വ്യക്തികൾക്ക്, ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുള്ള ഡോക്ടേഴ്സ് പറയും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഈ പ്രാർത്ഥനയിൽ മാറ്റപ്പെടുന്നു. യേശു നാമത്തിൽ മാറ്റപ്പെടും. ഹല്ലേലൂയ. യേശു നാമത്തിന്റെ സംരക്ഷണം എല്ലാ ഗർഭിണികളായിട്ട് സ്ത്രീകളുടെ മേൽ വന്ന് നിറയട്ടെ. കർത്താവിന്റെ നാമത്തിന്റെ ശക്തി അവരെ ആവരണം ചെയ്യട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അവർക്ക് കാവലാകട്ടെ. സുഖപ്രസവം അവർക്ക് ലഭിക്കട്ടെ. പ്രത്യേകിച്ച് പ്രസവ വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളെയും, ഈ നിമിഷമായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന അമ്മയുടെ സാന്നിധ്യം മാധ്യസ്ഥന്മാർക്ക് കാവലായി തീരട്ടെ. തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. ഏതെങ്കിലും വിരുദ്ധ ശക്തികളോ രോഗപീഠകളോ ഈ അവസ്ഥയിലായിരിക്കുന്ന മക്കളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ അത് നീക്കപ്പെടുന്നു. പിതാവിന്റെ നാമത്തിൽ, പുത്രന്റെ നാമത്തിൽ, പരിശുദ്ധാത്മ ശക്തിയിൽ എല്ലാം നീക്കപ്പെടുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. തിരുരക്തത്താലവരെ കഴുകേണമേ, ആത്മാവിനാലവരെ നിറയ്ക്കണമേ. തിരുരക്തത്താലവരെ കഴുകേണമേ, ആത്മാവിനാലവരെ നിറയ്ക്കണമേ. കർത്താവായ ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 36 കുടുംബങ്ങളിൽ നിന്ന് കുടുംബ സമാധാനം ലഭിക്കുവാൻ വേണ്ടി അപേക്ഷകൾ സമർപ്പിച്ച് വളരെ വേദനയോടെ എഴുതിയിരിക്കുന്ന അപേക്ഷകളുണ്ട്. പരസ്പരം ഭിന്നിച്ച് നിൽക്കുന്ന കുടുംബങ്ങൾ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഭിന്നതകൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഭിന്നതകൾ, സഹോദരങ്ങൾ തമ്മിലുള്ള ഭിന്നതകൾ, ഇതുമൂലം വേദനിക്കുന്ന കണ്ണുനീരോടെ വിഷമിക്കുന്ന മക്കളുണ്ട്. ചില മക്കളുടെ ദുശീലങ്ങളും ദുർനടപ്പും മൂലം വേദനിക്കുന്നവർ, വളരെയേറെ കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കളെ അവർ വളരെ നികൃഷ്ടമായിട്ട് അവരോട് പെരുമാറി അവരെ വേദനിപ്പിക്കുകയും കണ്ണുനീരൊഴുക്കാൻ ഇടയാക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ, ഈ കുടുംബങ്ങളിലേക്ക് സമാധാനത്തിൻ്റെ ദൂതൻ കടന്നു വരുന്നതിന് വേണ്ടി പ്രാർത്ഥന. കുടുംബ സമാധാനമില്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ വലതുകരം ഉയർത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കർത്താവേ, സമാധാനത്തിൻ്റെ ദൂതനെ അയക്കണമേ. കുടുംബ സമാധാനമില്ലാതെ വേദനിക്കുന്ന എല്ലാ മക്കളിലേക്കും ശക്തി വർഷിക്കണമേ. ദുഷ്ടതയുടെ ആത്മാക്കൾ വിട്ടുപോകട്ടെ യേശു നാമത്തിൽ. കർത്താവിന്റെ നാമത്തിന്റെ ശക്തിയാൽ കുടുംബ സമാധാനം തകർക്കുന്ന ദുഷ്ടാത്മാക്കൾ വിട്ടുപോകട്ടെ യേശു നാമത്തിന് സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, കണ്ണുനീർ ആ കുടുംബങ്ങളിൽ നിന്ന് അകന്നു പോകട്ടെ. അതിന് കാരണക്കാരായ വ്യക്തികൾക്ക് മാനസാന്തരം ലഭിക്കട്ടെ. അതിനുവേണ്ടി അടയാളങ്ങൾ പോലും നൽകി അനുഗ്രഹിക്കണമേ യേശുവേ. നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബങ്ങളിൽ സമാധാനം സ്ഥാപിക്കപ്പെടട്ടെ. കർത്താവായ ദൈവത്തിന്റെ ശക്തി ഈ നിമിഷം ആ കുടുംബങ്ങളിൽ ആവസിക്കട്ടെ. ആ കുടുംബങ്ങൾ ദുഷ്ടാത്മാക്കൾ, ദുഷ്ടശക്തികൾ, മദ്യപാനത്തിന്റെ ആത്മാക്കൾ, ദുശീലങ്ങളുടെ ആത്മാക്കൾ, തെറ്റിദ്ധാരണകളുടെ ആത്മാക്കൾ വിട്ടുപോകട്ടെ യേശു നാമത്തിൽ. അത് സംഭവിക്കട്ടെ. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി ആ കുടുംബങ്ങളിൽ വന്ന് നിറയട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തിരുരക്തത്താലവരെ കഴുകേണമേ, ആത്മാവിനാലവരെ നിറയ്ക്കണമേ. തിരുരക്തത്താലവരെ കഴുകേണമേ, ആത്മാവിനാലവരെ നിറയ്ക്കണമേ. സ്വഭാവ ദൂഷ്യം മാറുന്നതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന 30 പേര് അപേക്ഷകൾ സമർപ്പിച്ചിരിക്കുന്നു. മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മറ്റ് അശുദ്ധ ജീവിതത്തിൻ്റെയൊക്കെ ബന്ധനത്തിൽ കഴിയുന്ന മക്കളുടെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 30 പേർ അപേക്ഷകൾ സമർപ്പിച്ചിരിക്കുന്നു. പൈശാചിക പീഡനങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന
20 പേര് പ്രത്യേകമായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിച്ചിരിക്കുന്നു. ഈ ബന്ധനങ്ങളിൽ നിന്നെല്ലാം ഇവർ മോചിതരായി തീരുന്നതിന് വേണ്ടി കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഈ ദുഷ്ടശക്തികൾ ഈ വ്യക്തികളെ വിട്ടുപോകുന്ന ആ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഈ നിമിഷം ഈ സമൂഹത്തിലുള്ള ആരെങ്കിലും ഈ മേഖലയിൽ ബന്ധനത്തിൽ കഴിയുന്ന വ്യക്തികൾക്ക് വേണ്ടി അവരെയും അനുഗ്രഹിച്ച് ഓർത്ത് പ്രത്യേകമായിട്ട് കർത്താവേ, നിന്റെ നാമത്തിന്റെ സംരക്ഷണം എനിക്കും എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാവലായി നിൽക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സംരക്ഷണം ലഭിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വലതുകരം ഉയർത്തി ഈ മേഖലയിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും പൈശാചിക ശക്തികളോടും ഞങ്ങൾ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ ഈ മക്കൾക്ക് അവരുടെ ജീവിതങ്ങൾക്ക് ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ഏതെങ്കിലും പൈശാചിക പീഡകളുണ്ടെങ്കിൽ അവയെല്ലാം ഞങ്ങൾ ബന്ധിച്ച് നിർവീര്യമാക്കുകയും കർത്താവിന്റെ പാദങ്ങളിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇനിമേൽ അവയൊന്നും ആ മക്കളെ അസ്വസ്ഥപ്പെടുത്താതിരിക്കട്ടെ. ദുശീലങ്ങൾ ഉണ്ടാക്കുന്ന ദുഷ്ടാത്മാക്കളെ, ദുഷ്ടശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഈ മക്കളെ വിട്ടുപോവുക. കർത്താവിന്റെ നാമത്തിലുള്ള കൽപ്പനയാകുന്നു ഇത്. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഇത് സംഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തിരുരക്തത്താലിവരെ കഴുകേണമേ, ആത്മാവിനാലവരെ നിറയ്ക്കേണമേ. തിരുരക്തത്താലവരെ കഴുകേണമേ, ആത്മാവിനാലവരെ നിറയ്ക്കേണമേ. കേസുകളുടെ വിജയത്തിന് വേണ്ടി കേസുകളിൽപ്പെട്ട് അസ്വസ്ഥപ്പെടുന്നവർ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. 5 പേര് ഈ ഒരു മേഖലയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്. അതോടെ മാനസിക ദുഃഖങ്ങളിൽ കഴിയുന്നവരുടെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. അവരെ എല്ലാവരെയും സമർപ്പിക്കാം. ഇവിടെ പറയാത്ത മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള നിയോഗങ്ങളുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നവരെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ സമാധാനം ഈ കുടുംബങ്ങളിൽ വസിക്കട്ടെ. നിന്റെ ശാന്തി ഇവരെ നിറയട്ടെ. ആത്മാവിൻ്റെ അഭിഷേകം ഇവരെ നിറയട്ടെ. ആത്മീയ ശക്തി ഇവരെ വ്യാപരിക്കട്ടെ. കർത്താവിൻ്റെ കൃപയാൽ ഇവിടെ പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളും സാധിച്ച് ലഭിക്കട്ടെ. ഭിന്നതകൾ അവസാനിക്കട്ടെ, ദുഃഖങ്ങൾ അവസാനിക്കട്ടെ, തകർച്ചകൾ അവസാനിക്കട്ടെ, സമാധാനം ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിദേശത്തേക്കുള്ള വീസയുടെ തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്നതിന് വേണ്ടി 14 പേർ അപേക്ഷകൾ സമർപ്പിച്ചിരിക്കുന്നു. എമിഗ്രേഷന് വേണ്ടി പ്രത്യേകമായിട്ട് അപേക്ഷകൾ സമർപ്പിച്ചുള്ളവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിദേശത്തായിട്ട് PR-ന് വേണ്ടി, പിന്നെ റെസിഡൻസ് പെർമിറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിദേശത്ത് പോയിട്ട് ജോലി ലഭിക്കാതെ വിഷമിക്കുന്നവര് പ്രാർത്ഥന അപേക്ഷിച്ച് അവരെ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകന്നു പോയിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാവർക്കും വിശ്വാസ സ്ഥിരത ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിശ്വാസം വർദ്ധിക്കപ്പെടുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ച് 12 പേരെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ കൃപയും അനുഗ്രഹവും ആ മക്കൾക്ക് എല്ലാവർക്കും കാവലായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. രോഗസൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ രോഗികളെയും നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പല വിധത്തിലുള്ള ക്യാൻസർ മൂലം ഒത്തിരി പേരിവിടെ അപേക്ഷകൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കാനായിട്ട്. ഈ മാസത്തിൽ പലരും ഇവിടെ വന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നു. വളരെ സങ്കടകരമായൊരു അനുഭവമാണത്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ ക്യാൻസർ രോഗികളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാവരും കരങ്ങൾ ഉയർത്തി. സർവശക്തനായ ദൈവത്തിൻ്റെ കാരുണ്യം എല്ലാ ക്യാൻസർ രോഗികളുടെ മേലും വന്ന് നിറയുന്നതിന് വേണ്ടി നമുക്ക് ഒരുമയോടെ പ്രാർത്ഥിക്കാം. യേശുവേ, ഈ സമൂഹത്തിൽ രോഗികളായിട്ട്, ക്യാൻസർ രോഗികളായിട്ട് കടന്നു വന്നിട്ടുള്ള എല്ലാ മക്കളെയും ഈ നിമിഷം സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നിന്റെ രക്തം ഒഴുകട്ടെ, തിരുരക്തം
ഒഴുകി ആ ക്യാൻസർ ശക്തികളെ നിർവീര്യമാക്കണമേ എന്ന് ഒരുമയോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇരുന്നു കൊണ്ട് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും, ക്യാൻസർ രോഗികളിലേക്ക് സൗഖ്യം വർഷിക്കപ്പെടട്ടെ. അത്ഭുതകരമായ ശക്തി ആ മക്കളിലേക്ക് ഒഴുകട്ടെ. കർത്താവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. യേശു നാമത്തിൽ സംഭവിക്കട്ടെ. പിതാവിന്റെ നാമത്തിൽ, പുത്രന്റെ നാമത്തിൽ, പരിശുദ്ധാത്മ ശക്തിയിൽ അവയെല്ലാം നീക്കപ്പെടുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിവിധ തരത്തിലുള്ള രോഗങ്ങൾ മൂലം വേദനിക്കുന്ന 82 പേര് അപേക്ഷകൾ സമർപ്പിച്ചിരിക്കുന്നു. അവരുടെ പ്രാർത്ഥനകൾ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. പ്രത്യേകിച്ച് ഇപ്രാവശ്യം കണ്ടിരിക്കാൻ അലർജി രോഗങ്ങൾ മൂലം, പലതരത്തിലുള്ള അലർജി മൂലം വേദനിക്കുന്ന ഒത്തിരി പേരെ കാണിക്കുന്നു. നമുക്ക് സൗഖ്യം ലഭിച്ചതിൽ 2 ക്യാൻസർ രോഗികളുടെ സൗഖ്യത്തിൻ്റെ സാക്ഷ്യമുണ്ടെന്ന്, പ്രത്യേകിച്ച് അവർ ആശീർവദിച്ച് ജലം കുടിച്ചതിൻ്റെ ഫലമായിട്ട് ഉണ്ടായ വ്യത്യാസമായിട്ടാണ് അവർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. രോഗസൗഖ്യം പലർക്കും ആശീർവദിച്ച് ജലം കൊടുക്കുന്നതിലൂടെ സംഭവിച്ചതായിട്ട് സാക്ഷ്യം ലഭിച്ചിട്ടുണ്ട്. എല്ലാ രോഗികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇരു കരങ്ങളും ഉയർത്തി ഈ സമൂഹത്തിലുള്ളവരും എല്ലാ രോഗികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ രോഗികളുടെ മേലെ ശക്തി നിറയട്ടെ. സ്വർഗത്തിന്റെ ശക്തി ഈ സമൂഹത്തിലുള്ള എല്ലാ രോഗികളുടെ മേലും വന്ന് നിറയട്ടെ. കർത്താവായ ദൈവമേ, തലച്ചോറ് സംബന്ധമായ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തലച്ചോറ് സംബന്ധമായ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. നിരന്തരമായ തലവേദനയുടെ അസ്വസ്ഥതകൾ നീങ്ങിപ്പോകട്ടെ കർത്താവേ. കർത്താവായ ദൈവമേ, സൈനസൈറ്റിസ് സംബന്ധമായ രോഗങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളുടെ രോഗങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ചെവികൾ സംബന്ധമായ രോഗങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങൾ മൂലമുള്ള രോഗങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ശക്തി ഈ മക്കളിൽ വ്യാപരിക്കട്ടെ. യേശു നാമത്തിൽ സൗഖ്യം സംഭവിക്കട്ടെ. തൈറോയിഡ് സംബന്ധമായ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആ രോഗിയുടെ രോഗത്തെ യേശു നാമത്തിൽ ശാസിച്ച് ബന്ധിക്കുന്നു. കർത്താവിന്റെ നാമത്തിന്റെ ശക്തിയാൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. തൊണ്ട സംബന്ധമായ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവിന്റെ കൃപയാൽ അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടുകയും ആശീർവദിക്കപ്പെടുകയും ചെയ്യട്ടെ. അന്നനാള സംബന്ധമായ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ദൈവമേ, ആമാശയ സംബന്ധമായ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ദിവ്യ പ്രകാശം ഇറങ്ങട്ടെ. കുടൽ സംബന്ധമായ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ചെറുകുടൽ, വൻകുടൽ തലങ്ങളിൽ രോഗങ്ങളുള്ളവർ സൗഖ്യം പ്രാപിക്കട്ടെ. അൾസർ സംബന്ധമായ രോഗങ്ങൾ വിട്ടുപോകട്ടെ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കരൾ സംബന്ധമായ രോഗങ്ങൾ വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഹൃദയ സംബന്ധമായ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാൻക്രിയാസ് സംബന്ധമായ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗോൾബ്ലാഡർ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കിഡ്നി സംബന്ധമായ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യൂറിനറി സംബന്ധമായ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ലൈംഗിക തലങ്ങളിലുള്ള രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ നാമത്തിന്റെ ശക്തി അഭിഷേകം ഇവർക്ക് ലഭിക്കട്ടെ. സന്ധി ബന്ധങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരത്തിൽ നീര് വരുന്ന രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നട്ടെല്ല് സംബന്ധമായ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒരു നിമിഷം സ്തുതിക്കുക. സൗഖ്യത്തിന്റെ ശക്തി ഈ സമൂഹത്തിൽ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. യേശുവിന്റെ ശക്തി ഈ മക്കളിലേക്ക് സൗഖ്യമായിട്ട് ഇറങ്ങുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അലർജി സംബന്ധമായ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
കർത്താവിന്റെ നാമത്തിൽ നാഡീ ഞരമ്പുകൾ സൗഖ്യം പ്രാപിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തല മുതൽ പാദം വരെ എല്ലാ നാഡീ ഞരമ്പുകളും സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉണങ്ങാത്ത മുറിവുകൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നു. പ്രത്യേകിച്ച് നിരന്തരമായി ഇൻഫെക്ഷൻ വരുന്ന രോഗമുള്ളവര് സൗഖ്യം പ്രാപിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. നിരന്തരമായി വീണ്ടും വീണ്ടും പനി വരുന്നതോ ഏതോ ഇൻഫെക്ഷൻ ബാധിക്കുന്നതുമായ വ്യക്തികൾ ഇവിടെയുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറയും. യേശു നാമത്തിൽ വലതുകരം ഉയരട്ടെ. യേശു നാമത്തിൽ, കർത്താവിന്റെ നാമത്തിൽ ഈ രോഗങ്ങളുള്ളവരെ ഞങ്ങൾ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തിരുരക്തത്താലവരെ കഴുകേണമേ, ആത്മാവിനാലവരെ നിറയ്ക്കണമേ. തിരുരക്തത്താലവരെ കഴുകേണമേ, ആത്മാവിനാലവരെ നിറയ്ക്കണമേ. കർത്താവിൻ്റെ ശക്തി നമ്മിലേക്ക് പ്രവഹിക്കുവാൻ വേണ്ടി ഈശോയുടെ കാലത്ത് തന്നെ ശിഷ്യന്മാർ തൈലം പൂശി രോഗികളെ സുഖപ്പെടുത്തി. ഈശോയുടെ നിർദ്ദേശമനുസരിച്ചാണ് അവർ ചെയ്തത്. അതേ അനുഭവം യാക്കോബ് ശ്ലീഹ മറ്റുള്ളവർക്കും നൽകി, ശ്രേഷ്ഠന്മാർക്ക് നൽകി. നിങ്ങൾ രോഗിയുടെ മേൽ തൈലം പൂശി പ്രാർത്ഥിക്കണം. പല വിധത്തിലുള്ള രോഗങ്ങൾ നമുക്കുണ്ട്. ആത്മാവിൻ്റെ രോഗങ്ങൾ, മനസ്സിൻ്റെ രോഗങ്ങൾ, ശരീരത്തിൻ്റെ രോഗങ്ങൾ. എല്ലാത്തിൽ നിന്നും മോചനം നൽകുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവസിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട തൈലമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ വൈദികർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ആ ശക്തിയാലാണ് എല്ലാം സംഭവിക്കുന്നത്. ആ ബോധ്യത്തോടുകൂടി പരിശുദ്ധാത്മ നിറവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈശോ പറയുന്നു, ഇവിടെ പ്രാർത്ഥിക്കാത്ത, ഔദ്യോഗികമായിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാത്ത ഏതെങ്കിലും രോഗമുള്ള ഏതെങ്കിലും വ്യക്തികൾ ഇവിടെയുണ്ടെങ്കിൽ അവർ ഇപ്പോൾ അവരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കട്ടെ. ഇവിടെ നമ്മൾ പരസ്യമായിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാത്തതായ ഏതെങ്കിലും രോഗങ്ങളുള്ള വ്യക്തികളുണ്ടെങ്കിൽ പ്രാർത്ഥിക്കട്ടെ. അവരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് പ്രത്യേകമായിട്ട് കാണി ശരീരത്തിൽ ഇങ്ങനെ കറുത്ത പാടുകൾ പോലെ വന്ന് അസ്വസ്ഥപ്പെടുന്നവരെ സമർപ്പിക്കാൻ പറയുന്നു. കാലിൽ രക്ത ഓട്ടമില്ലാതെ വിഷമിക്കുന്ന, പ്രത്യേകിച്ച് അതുമൂലം ആ കാല് പഴുത്ത് തുടങ്ങിയിരിക്കുന്ന, പൊട്ടിയൊലിക്കുന്ന അസ്വസ്ഥതയുള്ളവരെ ഈശോ കാണിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. ഹലലബാശി 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 ഹലലബാശി. കണ്ണിൻ്റെ അസ്വസ്ഥതയുള്ളവർ, ചൊറിഞ്ഞു പൊട്ടുന്ന അസ്വസ്ഥതയാണ്, അതുപോലെ തൊലി പോകുന്ന അസ്വസ്ഥത, കണ്ണിൽ ആ അസ്വസ്ഥതയുള്ളവരെ പ്രാർത്ഥിക്കുവാൻ പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും ഈ രോഗികൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ഈശോയെ പ്രത്യേകമായിട്ട് അവരെ സമർപ്പിക്കുന്നതിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ കർത്താവ് ദിവ്യപ്രകാശം അവരിലേക്ക് നീ വർഷിക്കണമേ. ആ ദിവ്യപ്രകാശത്താൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. യേശു നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിദൂരത്തായിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. വിദൂരത്തായിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മുടെ വീട്ടിലുള്ളവരോ നമ്മുടെ അറിയുന്നവരുമായ ഏതെങ്കിലും രോഗികൾക്ക് വേണ്ടി ആശുപത്രിയിലോ വീടുകളിലോ കഴിയുന്ന രോഗികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം അവരെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈശോയുടെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് വലതുകരം ഉയർത്തി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തി
പരിശുദ്ധാത്മാവ് അവരിൽ വസിച്ച് സൗഖ്യം സംഭവിപ്പിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ശക്തി ഇവിടെ അനുഗ്രഹിക്കുന്ന കരങ്ങളിലൂടെ ആ മക്കളിലേക്ക് ഒഴുകട്ടെ. യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൻ്റെ ശക്തി ആ രോഗികളിലേക്ക് ഈ നിമിഷം വർഷിക്കപ്പെടട്ടെ. സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ശക്തിയും നിങ്ങളെല്ലാവരും നിറയുന്നതിന് വേണ്ടി ഒരു നിമിഷം എല്ലാ വൈദികരും നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ആത്മാവാം ദൈവമേ, ചൊരിയുക നിൻ ജീവൻ, സൗഖ്യമിവരിൽ നിറഞ്ഞിടുവാൻ, ശക്തിവരിൽ വളർന്നിടുവാൻ, സൗഖ്യമിവരിൽ നിറഞ്ഞിടുവാൻ, ശക്തിവരിൽ വളർന്നിടുവാൻ, ആത്മാവാം ദൈവമേ, നിറയുക നീ എന്നിൽ. സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ കൃപയുടെ കരം നീട്ടി ഈ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അത്ഭുതകരമായ രോഗസൗഖ്യവും വിടുതലും നൽകണമേ. രോഗബന്ധനങ്ങൾ നീങ്ങിപ്പോകട്ടെ, ശാരീരിക പീഡകൾ അകന്നു പോകട്ടെ, മാനസിക ദുഃഖങ്ങൾ അകന്നു പോകട്ടെ, തകർച്ചകൾ അവസാനിക്കട്ടെ, എല്ലാവിധ തളർച്ചകളും നീങ്ങിപ്പോകട്ടെ, അസ്വസ്ഥതകൾ നീങ്ങിപ്പോകട്ടെ, പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ, ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കട്ടെ, ദൈവിക കൃപകൾ ഇവരെ നിറയട്ടെ. സ്നേഹവും സന്തോഷവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും വിശുദ്ധിയും സൗമ്യതയും എല്ലാവരും നിറയട്ടെ. ഇവരെല്ലാവരും ആത്മീയ കൃപകളുള്ളവരായി തീരട്ടെ. സ്വർഗത്തിന്റെ ശക്തി ഇവരെ ആവരണം ചെയ്യട്ടെ. ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ, കെട്ടുകൾ അഴിയട്ടെ, അസ്വസ്ഥതകൾ നീങ്ങിപ്പോകട്ടെ, പൈശാചിക ശക്തികളും അതിന്റെ പ്രവർത്തനങ്ങളും നീങ്ങിപ്പോകട്ടെ. കർത്താവായ ദൈവമേ, എല്ലാ വിരുദ്ധ ശക്തികളും സ്വഭാവ ദൂഷ്യങ്ങളും വിട്ടുപോകട്ടെ. ആ സ്ഥാനത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വഴി ആത്മീയ വരങ്ങളും ദാനങ്ങളും നിറയട്ടെ. കർത്താവേ, അതുവഴി ഞങ്ങളുടെ കൃപകളാൽ നിറഞ്ഞ് അങ്ങേക്ക് സാക്ഷികളായി ജീവിക്കുവാൻ ഇവരെല്ലാവരും പ്രാപ്തരായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അഗ്നിയാൽ അഭിഷേകം, രക്തത്താൽ അഭിഷേകം, ആത്മാവിൻ അഭിഷേകം. ഹല്ലേലൂയ ഹല്ലേലൂയ. അഗ്നിയാൽ അഭിഷേകം, രക്തത്താൽ അഭിഷേകം, ആത്മാവിൻ അഭിഷേകം. ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്ലീഹരിൽ വന്നതുപോൽ ആത്മാവിൻ അഭിഷേകം. ആബേലിൻ ബലിയിൽ മോറിയാമലയിൽ ശ്ലീഹരിൽ വന്നതുപോൽ ആത്മാവിൻ അഭിഷേകം. അഗ്നിയാൽ അഭിഷേകം, രക്തത്താൽ അഭിഷേകം, ആത്മാവിൻ അഭിഷേകം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരവമുയരുമ്പോൾ ബന്ധ
ബന്ധനമഴിയട്ടെ. കാഹളമുയരുമ്പോൾ പാപക്കോട്ടകൾ തകരട്ടെ. ആരവമുയരുമ്പോൾ ബന്ധനമഴിയട്ടെ. കാഹളമുയരുമ്പോൾ പാപക്കോട്ടകൾ തകരട്ടെ. അഗ്നിയാൽ അഭിഷേകം, രക്തത്താൽ അഭിഷേകം, ആത്മാവിൻ അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തി, സൗഖ്യത്തിൻ്റെ ശക്തി നമ്മിലേക്ക് വർഷിക്കുവാൻ അവിടുന്ന് എപ്പോഴും പ്രത്യേകമായ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആ മാധ്യമങ്ങൾ പ്രധാനപ്പെട്ടതാണ് കൈവെപ്പ് പ്രാർത്ഥന. കൈവച്ച് പ്രാർത്ഥിക്കുന്നതിന് അതിനകത്ത് ശക്തിയുണ്ട്. അതോടൊപ്പം തന്നെ വിശുദ്ധ തൈലം, ആശീർവദിച്ച തൈലം തൊട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാവരെയും തൈലം തൊട്ട് പ്രാർത്ഥിക്കുന്നത്. ആ തൈലത്തിലൂടെ കർത്താവിൻ്റെ സൗഖ്യദായകമായ ശക്തി നിങ്ങളിലേക്ക് വർഷിക്കപ്പെടുന്നു. ഒപ്പം തന്നെ നമ്മൾ ആശീർവദിക്കാൻ പോകുന്ന ജലം, ഇപ്പം ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചിട്ടുള്ളതാണ്, ദൈവം എപ്പോഴും ഒരു മാധ്യമത്തിലൂടെയാണ് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തികളാകാം, വിശുദ്ധ വസ്തുക്കളാകാം, വിശുദ്ധ സ്ഥലങ്ങളാകാം. വിശുദ്ധ സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് ഒത്തിരി അനുഗ്രഹം കിട്ടും. ദേവാലയത്തിൽ പ്രത്യേകിച്ച് അല്ലെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഒത്തിരി ശക്തി കിട്ടും. കാരണം ആ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണത്. അതുപോലെ വിശുദ്ധ വ്യക്തികളുടെ പ്രാർത്ഥന, വിശുദ്ധാത്മാക്കളുടെയും അഭിഷിക്തരായ വൈദികരുടെയൊക്കെ പ്രാർത്ഥന നമുക്ക് ശക്തിയാണ്. കാരണം അവരിലൂടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ വസ്തുക്കൾ. അതുകൊണ്ടാണ് നമ്മൾ ആശീർവദിച്ച ജലം ഉപയോഗിക്കുന്നു, ആശീർവദിച്ച എണ്ണ ഉപയോഗിക്കുന്നു, ആശീർവദിച്ച ഉപ്പ് ഉപയോഗിക്കാം, ആശീർവദിച്ച ധൂപവസ്തുക്കൾ കുന്തുരുക്കമൊക്കെ ധൂപിക്കാം. അതുവഴിയെല്ലാം നമ്മിൽ നിന്നും, നമ്മൾ ശ്വസിക്കുന്നവരിൽ ഉപയോഗിക്കുന്നവരിൽ നിന്നും, ആ സ്ഥലത്ത് നിന്നും ദുഷ്ടാരൂപികൾ അകന്നു പോകും. നെഗറ്റീവ് പവേഴ്സ് മാറിപ്പോവും, നെഗറ്റീവ് എനർജി മാറിപ്പോവും. അപ്പോൾ എന്താ, പോസിറ്റീവ് ആകുമെല്ലാം. ഈ നിമിഷം നമുക്ക് ഭക്തിപൂർവ്വം ഇതിൽ പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലവണമാകുന്ന സൃഷ്ടി, ഞാൻ സജീവനായ ദൈവത്തിൻ്റെ നാമത്തിൽ, സത്യനായ ദൈവത്തിൻ്റെ നാമത്തിൽ, പരിശുദ്ധനായ ദൈവത്തിൻ്റെ നാമത്തിൽ ജലത്തിൻ്റെ വന്ധ്യത നീക്കുവാൻ നിന്നെ ജലത്തിലിടണമെന്ന് ഏലിയാസ് പ്രവാചകൻ വഴി ആജ്ഞാപിച്ച സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ നിന്നെ എല്ലാ അശുദ്ധാരൂപികളിൽ നിന്ന് വിമുക്തമാക്കുന്നു. വിശ്വാസികളുടെ രക്ഷയ്ക്കും സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി നിന്നെ സകല ദുഷ്ടാരൂപികളിൽ നിന്ന് വിമുക്തമാക്കുന്നു. നിന്നെ ഭക്ഷിക്കുന്നവർക്കെല്ലാം നീ ആത്മശരീരങ്ങൾക്ക് രക്ഷയും സൗഖ്യവുമായി ഭവിക്കട്ടെ. നീ തൂളപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്ന് എല്ലാ ദുഷ്ടഭാവനകളും അകൃത്യങ്ങളും പൈശാചിക വഞ്ചനകളുടെ കൂട്ടാട്ടങ്ങളും അകന്നു പോകട്ടെ. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും പ്രപഞ്ചത്തെ തന്നെയും തീ കൊണ്ട് നശിപ്പിക്കുവാനും സർവ്വദുഷ്ടാരൂപിയും പലായനം ചെയ്യട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനും നിത്യനുമായ ദൈവമേ, മനുഷ്യവർഗത്തിൻ്റെ ഉപയോഗത്തിനായി അങ്ങ് നൽകിയിരിക്കുന്ന ലവണമാകുന്ന സൃഷ്ടിയെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്ന് കാരുണ്യവാനായ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. ഇത് ഭക്ഷിക്കുന്നവരുടെ ആത്മശരീരങ്ങൾക്ക് ആരോഗ്യമായി ഭവിക്കട്ടെ. ഇത് സ്പർശിക്കുന്ന സ്ഥലങ്ങളും തൂളപ്പെടുന്ന വസ്തുക്കളും സ്പർശിക്കപ്പെടുന്ന സാഹചര്യങ്ങളും എല്ലാവിധ അശുദ്ധതയിൽ നിന്നും, അരൂപിയുടെ എല്ലാ ക്രൂരതകൾ, ദുഷ്ടാരൂപിയുടെ എല്ലാ ക്രൂരതകളിൽ നിന്നും കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ മോചിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജലമാകുന്ന സൃഷ്ടി, സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും കൂടെ സകല ദുഷ്ടാരൂപികളിൽ നിന്ന് നിന്നെ ഞാൻ മോചിക്കുന്നു. അങ്ങനെ ശത്രുവിൻ്റെ സകല ശക്തിയെയും വിഭാടനം ചെയ്യുവാനും ശത്രുവിനെ തന്നെ ബഹിഷ്കരിക്കുവാനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ശക്തി വഴി ദുഷ്ടദൂതന്മാരെ പറിച്ചു മാറ്റുവാനുള്ള ശക്തി നിനക്ക് സിദ്ധിക്കുമാറാകട്ടെ.
ജലപദാർത്ഥമായ മഹാകൂദാശകൾ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി സ്ഥാപിച്ച സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ അപേക്ഷകൾ ദയാപൂർവം ശ്രവിക്കണമേ. പലവിധത്തെ സജ്ജമാക്കുന്ന ഈ ധാതുവിൽ അങ്ങയുടെ ആശീർവാദത്തിന്റെ ശക്തി ചൊരിയണമേ. അങ്ങനെ അങ്ങയുടെ ഈ സൃഷ്ടി അങ്ങയുടെ രഹസ്യങ്ങളെ ശുശ്രൂഷിച്ച പിശാചുക്കളെ ഓടിക്കുവാനും രോഗങ്ങളെ നിവാരണം ചെയ്യുവാനും ദിവ്യപരപ്രസാദത്തിന്റെ ഫലം പുറപ്പെടുവിക്കുവാൻ ഇടയാകട്ടെ. ഈ ജലം തളിക്കുന്ന വീടുകളിലും വിശ്വാസികൾ വരുന്ന സ്ഥലങ്ങളിലും നിന്ന് എല്ലാവിധ അശുദ്ധതയുടെ ശക്തികളും നീങ്ങിപ്പോകുമാറാകട്ടെ. ഇത് തളിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളും സകലവിധ ദ്രോഹങ്ങളിൽ നിന്നും പൈശാചിക പീഡകളിൽ നിന്ന് മോചിപ്പിക്കപ്പെടട്ടെ. ദുഷ്ടതയുടെ അരൂപിയോ നശിപ്പിക്കുന്ന കൊടുങ്കാറ്റോ പ്രകൃതി ക്ഷോഭങ്ങളോ വിരുദ്ധ ശക്തികളോ ക്ഷുദ്രജീവിയുടെ ഉപദ്രവങ്ങളോ അവിടെ ഉണ്ടാകാതിരിക്കട്ടെ. ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ എല്ലാവിധ കെണികളും നീങ്ങിപ്പോകട്ടെ. എല്ലാവിധ മന്ത്രവാദങ്ങളുടെയും കൂടോത്രങ്ങളുടെയും സർപ്പങ്ങൾ ദോഷങ്ങളുടെയും കൈവശങ്ങളുടെയും ശക്തികൾ ഇതിൻ്റെ ശക്തിയാൽ നിർമ്മാർജ്ജനം ചെയ്യപ്പെടട്ടെ. ഇത് തളിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്ന നിവാസികളുടെ സുഖത്തിനും ശാന്തിക്കും ദോഷം വരുത്തുന്നവയെല്ലാം ഈ ജലം തളിക്കുമ്പോൾ ഓടിയകലട്ടെ. അങ്ങയുടെ നാം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈ ജലം ഉപയോഗിക്കുന്ന വ്യക്തികളിൽ നിന്ന് രോഗപീഠകൾ അകന്നു പോകട്ടെ. പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ നീങ്ങിപ്പോകട്ടെ. തീരാവ്യാധികൾ അകന്നു പോകട്ടെ. അങ്ങനെ അവർക്കെല്ലാവർക്കും ആരോഗ്യവും എല്ലാവിധ തിന്മയുടെ ശക്തികളുടെ സംരക്ഷണവും ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ലവണവും ജലവും പരസ്പരം കൂടി ചേരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും ദൈവമേ, അജയ ശക്തിയുടെ ഉൽപാദക, പരാജയത്തിന് അതീതനായ സാമ്രാജ്യത്തിന്റെ രാജാവേ, സദാ മഹാവിജയം നേടുന്ന ജേതാവേ, അങ്ങ് ദുഷ്ടശക്തികളെ തകർക്കുന്ന പാഞ്ഞു നടക്കുന്ന ശത്രുവിനെ പരാജയപ്പെടുത്തുന്നു. ശത്രുവിന്റെ ദുഷ്ടതകളെ ശക്തിയോടെ എതിരിടുന്നു. ലവണവും ജലവും ചേർന്ന ഈ സൃഷ്ടിയെ കരുണാപൂർവ്വം കടാക്ഷിക്കണമെന്നും കൃപാപൂർവ്വം മഹത്വപ്പെടുത്തണമെന്നും അങ്ങയുടെ വാത്സല്യമാകുന്ന പരിശുദ്ധാത്മാവിന്റെ മഞ്ഞുതുള്ളി കൊണ്ട് പവിത്രീകരിക്കണമെന്നും ഭയത്തോട് പറയലോടുകൂടെ കർത്താവെ അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈ ജലം തളിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയുമാറാകട്ടെ. അശുദ്ധാരൂപിയുടെ വിളയാട്ടങ്ങൾ നീങ്ങിപ്പോകട്ടെ. വിഷസർപ്പങ്ങളുടെ ഭയങ്ങൾ അകന്നു പോകട്ടെ. എല്ലാ ശത്രുക്കളുടെയും ദുഷ്ടാരൂപികളുടെയും പ്രവർത്തനങ്ങളും പ്രലോഭനങ്ങളും ദുഷ്ടതന്ത്രങ്ങളും അകന്നു പോകട്ടെ. കർത്താവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടി ജീവിച്ചു വാഴുന്ന ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനായി അപേക്ഷിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് ഈ ജലം അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാകുവാൻ ഇടയാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഒരു കാര്യം ഇന്ന് സന്ദേശമായിട്ട് ഈശോ നൽകുന്നു. പരിശുദ്ധ അമ്മയോട് മാലാഖയിലൂടെ ദൈവം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മാതാവ് പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ആ വചനം അവിടെ സംഭവിച്ചു, പൂർത്തിയായി. കർത്താവിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, നമുക്കറിയാം. അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ശക്തി നമുക്ക് വിശ്വസിച്ചിട്ട് കർത്താവെ അങ്ങയുടെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഈശോ പറയുന്നു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കാൻ കണ്ടെത്തും, മുട്ടുവാൻ തുറക്കപ്പെടും. ആ വചനത്തെ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൃപ നിങ്ങൾ പ്രവർത്തിച്ച് പൂർണ്ണമായ സൗഖ്യം വിടുതലും നൽകി ഈശോ തന്നെ നിങ്ങളെ ബോധ്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ.
ഈശോയ്ക്ക് ഹൃദയത്തെ നമുക്ക് നന്ദി പറയാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, അങ്ങയെ തേടിയെത്തിയ ഈ മക്കളെ ഓരോരുത്തരെയും അങ്ങയുടെ പരിശുദ്ധമായ ഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധമായ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ കൃപയുടെ കരം ഇവർക്ക് സംരക്ഷണമായിരിക്കട്ടെ. ഈശോ പറയുന്നു, നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ശക്തി പ്രവഹിപ്പിക്കുന്ന സമയമാണിത്. ആ ഭവനങ്ങളെ, ആ ഭവനത്തിൻ്റെ എല്ലാ മുറികളെ സമർപ്പിക്കുക. ഈശോയെ, അങ്ങയുടെ നാമത്തിൻ്റെ ശക്തി ഇപ്പോൾ ഈ മക്കളിലൂടെ ഇവർ വസിക്കുന്ന ഭവനങ്ങളിലേക്ക് ഒഴുകട്ടെ. ഒരു നിമിഷം വലതുകരമുയർത്തി കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ വലതുകരമുയർത്തി നിങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കുക. കർത്താവേ, നിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇപ്പോൾ അനുഗ്രഹിക്കുന്ന ഈ കരങ്ങളിലൂടെ ഇവരുടെ ഭവനങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ ഭവനത്തിൽ നിന്നും, എൻ്റെ അന്തരീക്ഷത്തിൽ നിന്നും എല്ലാ അശുദ്ധാരൂപികളും വിട്ടുപോകട്ടെ. എല്ലാ തിന്മയുടെ ശക്തികളും നീങ്ങിപ്പോകട്ടെ. കർത്താവേ, ഞങ്ങളുടെ ദിവ്യപ്രകാശം ആ ഭവനത്തിൻ്റെ എല്ലാ മുറികളിലും നിറയട്ടെ. ആ ഭവനം ആ ദിവ്യപ്രകാശത്താൽ വലയം ചെയ്യപ്പെടട്ടെ. തിന്മയുടെ ശക്തികൾ അതിൽ പ്രവേശിക്കാതിരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ കൃപയുടെ കരത്തിലേക്ക് ഈ മക്കളുടെ ഭവനങ്ങളെ ഏൽപ്പിക്കുന്നു. അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളെ ഏൽപ്പിക്കുന്നു. നിന്റെ നാമത്തിൻ്റെ ശക്തി അവിടേക്കും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാം അനുകൂലമാക്കുന്ന ദൈവമേ, അങ്ങയുടെ മഹത്വത്തിനായി ഇതെല്ലാം സംഭവിക്കട്ടെ. കർത്താവ്, ഞങ്ങളുടെ പരിശുദ്ധവും ശക്തവുമായ നാമത്തിൻ്റെ സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ടും അങ്ങയുടെ നാമത്തിൽ ശക്തിയാൽ വരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും സമാധാനവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവത്തിൻ്റെ നാമത്തിനും ശക്തിക്കും അത് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് പാടി ആ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തി കൈയടിച്ച് സ്തുതിയുടെ ഗീതം പാടി അവസാനിപ്പിക്കാം. കൈയടിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിഗീതം പാടാം. സ്തുതികൾ ചൊല്ലിനാ നല്ലവരം ചിന്തയരെ വാഴ്ത്തുവിൻ അന്ത്യേരം സ്വർഗ്ഗപിതാവിയ നന്മകളെ ഇമ്പമായി പുകഴ്ത്തുവിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ മംഗളമായി പാടിടുവിൻ. ഹല്ലേലൂയ 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 മംഗളമായി പാടിടുവിൻ. ഹല്ലേലൂയ. നൽവഴികൾ കാട്ടിടും വചസ്സു ചൊന്നതാ